ഈ സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തേണ്ട കാലമാണ് ഇതെന്ന് അവർക്കറിയാം. അവരെല്ലാ രീതിയിലും അവർ നോക്കുന്നുണ്ടല്ലോ. അതിൽ നിന്ന് ഏറ്റവും ഗുണം ചെയ്ത ഒരു സിനിമയായി ഇത് മാറി എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നില്ല ഇത് വലിയ രീതിയിൽ ക്രിയേറ്റിവിറ്റി കൊണ്ട് വലിയ രീതിയിൽ ഗുണം ചെയ്ത ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ വലിയ രീതിയിൽ കലാമൂല്യമുള്ള സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിൽ പൃഥ്വിരാജിൻ്റെ വലിയ രീതിയിലുള്ള ഡയറക്ഷനൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ആ മുരളി ഗോപിൻ്റെ വലിയ രീതിയിലുള്ള കഥയും ഞാൻ അതിനകത്ത് കണ്ടില്ല. പക്ഷേ ആ കഥയെ വിജയിപ്പിച്ചത് RSSഉം ഈ പറഞ്ഞ പോലെ BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇന്ന് 250 കോടി രൂപ പിന്നിട്ട് നിൽക്കുകയാണ് സിനിമ. 250 കോടി രൂപ എന്ന് പറഞ്ഞാൽ അരുൺ എത്രയാണെന്നറിയോ? 750 തിയേറ്ററിലാണ് കേരളത്തിൽ ഓടുന്നത്. 750 തിയേറ്ററിൽ 6 ഷോ ആയിട്ടാണ് ഓടുന്നത്. ഒരു ദിവസം 6 ഷോ എന്ന് പറഞ്ഞാൽ 18 മണിക്കൂർ ഷോ ഓടുകയാണ്. ഒരു ഷോ പോലും ആളില്ലാതെ പോകുന്നില്ല. 18 ഷോ രാത്രി 2 മണിക്കും 3 മണിക്കും 4 മണിക്കും സിനിമ ഓടുകയാണ്. അപ്പം ആ സമയങ്ങൾ കണ്ടിരിക്കുകയാണ്. അപ്പം 250 കോടി രൂപേനെ നിങ്ങൾ ഒരു 200 രൂപ വെച്ച് കുണിക്കുക. ഒരു സീറ്റിന് 200 രൂപയാണല്ലോ വരിക. അപ്പോൾ ഏകദേശം എത്ര 1,25,00,000 ആൾക്കാർ ഈ സിനിമ കണ്ടു എന്നുള്ളതാണ്. ഏകദേശം മലയാളിയുടെ ജനസംഖ്യയിൽ 1/3 ഭാഗം ഈ സിനിമ കണ്ടു എന്നുള്ളതാണ്. 1/3 ഭാഗം സിനിമ കണ്ടു എന്ന് കഴിഞ്ഞാൽ 3/1 300-ലധികം മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് മുന്നോട്ട് പോകണം. എന്താ സിനിമ എന്നിപ്പോൾ കാണാത്തവർക്ക് വരെ കൃത്യമായിട്ട് അറിയാം എന്നുള്ള രീതിയിൽ എന്താണെന്ന് കണ്ടവരോട് ചോദിച്ച് മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് മലയാളി മാറി എന്നുള്ളതാണ്. അപ്പം എന്താണ് ഗുജറാത്ത് കലാപമെന്നും എന്താണ് അതിന് ശേഷം നടന്നതെന്നും എന്താണ് ഈ സിനിമയിൽ എന്നുള്ളത് എന്നും ഒക്കെ എന്ത് സംഭവിച്ചു ഇപ്പം മലയാളികൾ അറിഞ്ഞു എന്നുള്ളതാണ്.